യെസ്, നമസ്കാരം. സുരഭി ഇന്നോവേഷനെ കുറിച്ചൊരു വാക്ക്. ജീവിതത്തിൽ ഇതുവരെ കാണാത്ത പുതിയ പ്രൊഡക്റ്റും സൊല്യൂഷനും വിലക്കുറവും കണ്ടെത്തി തരുന്ന ഒരു ചാനലാണ്. പുതിയ വീട് പണിയുന്നവർക്കും പഴയ വീട് റിപ്പയർ ചെയ്യുന്നവർക്കും 100% പ്രയോജനമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ ചൂടാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് മിക്കവരും സ്വിമ്മിംഗ് പൂൾ പണിയുന്നുണ്ട്. ഇന്ന് സ്വിമ്മിംഗ് പൂൾ ഇന്ന് വളരെ നിർബന്ധമായിരിക്കുക. കാരണം നമ്മൾ ഈ ചൂടത്ത് ജീവിക്കണമെങ്കിൽ നമുക്ക് പൂൾ ഉണ്ടായേ പറ്റൂ. പക്ഷേ പൂൾ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പണ്ട് കാലത്ത് എല്ലാവരും ഇങ്ങനത്തെ ടൈലുകളാണ് ഒട്ടിച്ചിരുന്നത്. ഈ ചെറിയ ടൈല്, നെറ്റുമോ വരുന്ന ടൈല് നമ്മൾ ഗം ചെയ്തിട്ട് നമ്മളത് പേസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ എപ്പോക്സി വർക്ക് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് കാലത്ത് ഇങ്ങനെ ടൈലുണ്ട്. ഇത് ഇത്ര ചെറിയ സ്വിമ്മിംഗ് പൂൾ ടൈലുണ്ടായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഇത് എല്ലാ ടൈലും 10 വർഷം മുമ്പ് ചെയ്ത എല്ലാ സ്വിമ്മിംഗ് പൂളും ടൈല് വിട്ടുപോയി. ശ്രദ്ധിക്കുക, ഈ 10 വർഷം മുമ്പ് ചെയ്തവരെ എല്ലാം ഇപ്പോൾ മാറ്റി ചെയ്യാണ്. എപ്പോക്സിൽ അഴുക്ക് ചിലപ്പോൾ പിടിച്ചിരിക്കും, അവർ ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ വിട്ടുപോകും. പിന്നെ ടൈൽ ഒട്ടിച്ച് ശരിയായതിൽ വിട്ടുപോയി. അങ്ങനെ 10 വർഷം ചെയ്ത സ്വിമ്മിംഗ് പൂൾ എല്ലാം മെയിൻ്റനൻസായി. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ടൈൽ മാറി ചിന്തിക്കുകയാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരു സൊല്യൂഷനാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ ചെയ്യുന്നവരും ഇനി റിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിലും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുടെ പൈസ പോകും. അത് പോകാതിരിക്കാനുള്ള വഴിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്മോൾ നെറ്റ് മോട്ടിച്ച് വന്ന ടൈൽ നിങ്ങൾ എടുക്കരുത്. ഇത് മുസൈക്ക് ടൈൽസ് എന്ന് പറയുന്നത്, ഇത് ഗ്ലാസ് മുസൈക്ക് എന്നൊക്കെ പറയൂര്. ഈ ടൈൽ നിങ്ങൾ എടുക്കരുത്. അതിന് പകരം ഞങ്ങൾ ടൈൽസിലേക്ക് ആക്കി. അപ്പോൾ ഈ കാണുന്ന ഡിസൈനുകളൊക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഡിസൈനൊക്കെ നമുക്ക് ടൈലിൽ വരും. ഇതിനാണെങ്കിൽ ജോയിൻറ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ടൈൽ നിങ്ങൾ കണ്ടില്ലേ ടൈൽ, ഇത് സ്വിമ്മിംഗ് പൂൾ ടൈലാണ്. ഈ ടൈലിന് ഈ കാണുന്ന 3D എഫക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈനുള്ളൂ. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒന്നും ഫീൽ ചെയ്യില്ല. ഈ ടൈൽ നേരെ ഒട്ടിച്ചാൽ മതി, ഗം ഉപയോഗിച്ച് ഒട്ടിച്ചാൽ മതി. നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ കൊണ്ടിട്ട് സിമെൻറ്റിൽ ഒട്ടിക്കരുത്. ഇതിന് ടൈൽ ഒട്ടിക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് ഒട്ടിക്കുന്ന ഗമ്മുണ്ട്. ആ ഗമ്മ തന്നെ വാങ്ങിച്ചു ഒട്ടിക്കണം, അല്ലെങ്കിൽ വീണ്ടും ടൈൽ വിട്ടു. ശ്രദ്ധിക്കുക, വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന ടൈലുകൾ ഒരിക്കലും സിമെൻറ്റിൽ ഒട്ടിക്കരുത്. വിട്ടുപോകും. എന്നിട്ട് ഈ സൈഡിലും എപ്പോക്സി വർക്ക് ചെയ്യുക, വെള്ളം ലീക്ക് ചെയ്യില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ, ഇതിൽ ഗ്രിപ്പുകളില്ല. ഇതല്ല പ്ലെയിൻ സീരീസാണ്. ഇത് ഒട്ടിക്കാം. ഒരു കളറ് നോക്കേ. രണ്ടാമത്തെ ഇത് തന്നെ ഡാർക്ക് ബ്ലൂ വേണ്ടവർക്ക് ഡാർക്ക് ബ്ലൂ. ഇത് ഈ ഡിസൈനിൽ ഒന്നും അഴുക്കിയിരിക്കില്ല, പ്ലെയിനാണ്. ഇത് 3D എഫക്റ്റ് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് 100% പ്രയോജനം ഉണ്ടാവും. രണ്ടാമത്തെ ടൈല് ക്ലിയർ ആയില്ലേ? മൂന്നാമത്തെ ടൈല് പരിചയപ്പെടുത്താം. നോക്ക്, ഈ ടൈൽസ് നോക്കിയേ. ഇതിനകത്ത് ഇങ്ങനെ ഗ്യാപ്പൊക്കെ ഫീൽ ചെയ്യും. തൊടുമ്പോൾ ആ പൊക്ക വ്യത്യാസം ഉണ്ടാവും. അത് അങ്ങനെ ഫീൽ ചെയ്യും. ഇതിന് ആ ഫീലിംഗ് ഇല്ല. ഇത് നേരെ പ്രിൻ്റ് ഉള്ളൂ. പക്ഷേ ഇതുമേ ടച്ച് ദ ഫീലിംഗാണ്. അത് എങ്ങനെയാണോ അങ്ങനെ തൊടുമ്പോൾ. അപ്പോൾ ഈ ടൈൽ ചിലർക്ക് അത് ഫീൽ ചെയ്യണം, തൊടുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ടൈൽ വാങ്ങിക്കാം. ഇത് ഗ്ലോസിയാണ്. ഇത് അഴുക്ക് പിടിക്കില്ല. കാരണം വെച്ചാൽ ഇത് ഡിസൈനാണ്, അതുകൊണ്ട് അഴുക്കൊന്നും പിടിക്കില്ല, അങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷേ തൊടുമ്പോൾ നമുക്ക് ആ ടച്ച് ഓഫ് ഫീലിംഗ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിവിടെ ടൈൽ പറഞ്ഞുകൊണ്ട് ജോയിൻ ചെയ്ത് ഒട്ടിച്ചാൽ ഇതുമായിട്ട് നമുക്ക് ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പണി എളുപ്പം തരാം. പഴയ രീതിയിലുള്ള ഈ മെത്തേഡ് നിങ്ങൾ ചെയ്യരുത്. ചെയ്തവരുടെ കാശൊക്കെ പോയി രണ്ടാമത് പൊളിച്ചു പണിയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. ഓക്കെ, ഡാർക്ക് ബ്ലൂ നമുക്ക് ഏത് പാറ്റേൺ വേണി കിട്ടും. നോക്കൂ, സൂപ്പർ ടൈലാണ്. പാറ്റേൺ ഇതുമ്പോൾ ടച്ച് ദ ഫീലിംഗ്, എപ്പോക്സി വർക്ക് ചെയ്ത പോലെ തന്നെ ഫീൽ ചെയ്യും. തൊടുമൊക്കെ ഫീലിംഗ്. ഗ്ലോസി ടൈൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രശ്നം പരിഹാരമായി. നല്ല ഗമ്പുണ്ട്, പശയുണ്ട്, അത് വാങ്ങിച്ചു ഒട്ടിക്കണം. നോക്ക്, ഇത് ഞാൻ നേരത്തെ കാണിച്ച് 1/1 ടൈലാണ്. ഇപ്പോൾ 2/2 ടൈൽ കാണിച്ചത്. 2/1 ടൈൽ കണ്ട എത്ര രസം. ഇതൊക്കെ ഡെപ്ത് നോക്കിയേ, എൻ്റെ ഫിനിഷിങ് നോക്കിയേ, എൻ്റെ ക്ലാരിറ്റി നോക്കിയേ. 2/1 നോക്കിയേ. ഇതിൻ്റെ ഡെപ്തും ഒക്കെ നോക്കിയേ. നല്ല അടിപൊളി ടൈലാണ്. ഇത് വാങ്ങിച്ചു ഒട്ടിച്ചോ. നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഗ്ലോസി ഡെപ്ത് ഒറിജിനൽ പഴയ ടൈലിൻ്റെ പോലെ തന്നെ ഫീൽ ചെയ്യും. നേരത്തെ പറഞ്ഞില്ലേ, ഈ ടൈൽസിൻ്റെ പോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യും. ഓക്കെ, ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതിൽ എപ്പോക്സി വർക്ക് ചെയ്യുമ്പോൾ ഇത് തന്നെ ഫീൽ ചെയ്യും. നിങ്ങൾക്ക് 100% പ്രയോജനം ഉണ്ടാവും. 2/1 ടൈൽ നോക്ക്, സൂപ്പർ ടൈല്. തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, ഇതുമാതിരി തന്നെ നേരത്തുള്ള ഗുണമുള്ള ടൈലുകളാണ്. പിന്നുള്ള ടൈലുകളാണ് ഈ ടൈൽ. യെസ്, നോക്ക്, ഇത് വേറെ പാറ്റേണാണ്. ഓക്കെ, ഈ ഡിസൈൻ നോക്കിയേ, വേറെ പാറ്റേൺ. ഇത് ഒട്ടിക്കാം. ട്രെൻഡ് അപ്പോൾ എല്ലാവരും ബ്ലൂ കളർ മാത്രം. ബ്ലൂ കോമൺ ആണ്. ബ്ലൂ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ചോദിച്ചുകൊണ്ടവരൊക്കെ ബ്ലൂ ആണ്. അതല്ലാതെ കുറേ ഫാൻസി കളറുകൾ വേറെ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്ലൂ മാത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കരുത്. കുറേ ഫാൻസി കളറുണ്ട്, അത് മാറ്റി പിടിക്കുക. നല്ല ഭംഗിയാണ്. ഇതൊക്കെ നല്ല ട്രെൻഡ് കളറുകളാണ്. ഇത് വെള്ളം വീണാണ്ടല്ലോ. ഇത് കാണണം. ഒറിജിനൽ മാറിക്കും. ഒറിജിനൽ ഇതിൻ്റെ അകത്ത് വെള്ളം വീണ് കഴിഞ്ഞാൽ. ഓക്കെ, അടുത്ത ടൈം നോക്ക്, ഈ കളർ നോക്കി. അക്കോ ഗ്രീൻ, അക്കോ ബ്ലൂ ഐറ്റംസ്, എന്തോ ഫിനിഷിങ്. ഓക്കെ, ഇതൊട്ടിക്കാം. സ്വിമ്മിംഗ് പൂളിൽ പല പാറ്റേൺസ് ഉണ്ട്. ഇതൊട്ടിച്ച് അടിപൊളിയായിരിക്കും. ഓക്കെ, ഇത് ചെയ്യാം. യെസ്, നോക്ക്. ഇനി നിങ്ങൾക്ക് 1 2 3 4 കളർ പരിചയപ്പെടുത്തും. ഇത് നോക്ക്. യെസ്, ഈ കളർ നോക്കി.
ഇങ്ങനെ പീസായിട്ട് കൊടുക്കുന്ന കളർ നോക്ക്. വാ, ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അടിപൊളി കളറുകളാണ്. അക്കോ ഗ്രീൻ പോലെയുള്ള നമ്മളെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വെള്ളം, ഒറിജിനൽ ഇതായിട്ട് കിട്ടും. നോക്ക്. യെസ്, ചില ആൾക്കാർക്ക് കണ്ട ചെറിയൊരു പീസുകളായിട്ട് ഒട്ടിക്കുന്നത് കണ്ട, ചെറിയ പീസുകളായിട്ട് ഒട്ടിക്കുക. ഇത് നിങ്ങളൊരു കാര്യമുണ്ട്, പ്ലെയിൻ ടൈലല്ല കേട്ടോ, ഇതിലും ഡിസൈൻ ഉണ്ട്, ഇതുമൊരു വർക്ക് ഉണ്ട് കേട്ടോ. ഈ ഫിനിഷിങ് കേട്ടോ, ഇത് ടൈലിൽ വെള്ളത്തിൽ വരുമ്പോൾ ഭയങ്കര സൂപ്പറാണ് കേട്ടോ. ഇത് നിങ്ങളൊരു പ്ലെയിൻ ടൈലായിട്ട് കണക്ക് കൂട്ട് വരുന്നത്. അപ്പോൾ ചിലവർക്ക് ഇങ്ങനത്തെ ടൈലുകൾ വളരെ ആവശ്യമാണ്. അപ്പോൾ എന്ത് വെച്ചും ഇതിൻ്റെ അകത്ത് നമ്മൾ സ്പേസറിട്ട് ഇങ്ങനെ ചെയ്യണം. നോക്കി, ഇങ്ങനെ ഇത് സ്പേസറിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒട്ടിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഗ്യാപ്പിൽ കൂടെ ലീക്ക് വരാതിരിക്കാൻ വേണ്ടി ഇത് ഒട്ടിച്ച് എപ്പോക്സി വർക്ക് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും. ഇതിങ്ങനെയും ചെയ്യാം കേട്ടോ, സിമ്പിൾ വേണ്ട. ഇങ്ങനെ ടൈലുകൾ എല്ലാ ടൈലുകളും ചെയ്ത് ഇനി എപ്പോക്സി വർക്ക് ചെയ്യുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. അത് തന്നെ ഈ കളറും നോക്കിയേ, കളർ ചേഞ്ചുകൾ ഇപ്പോൾ കണ്ടമാനം വന്നിട്ടുണ്ട്. ഇതും അങ്ങനെ ചെയ്യാം, അടിപൊളിയായിരിക്കും. കളർ ചേഞ്ച് സൂപ്പറായിരിക്കും. ഒരേ കളർ തന്നെ നമ്മൾ ചെയ്യണമെന്നില്ല, കളർ മാറ്റി പിടിക്കുക, പുതിയ പുതിയ വെറൈറ്റികൾ ചെയ്യും. വെറൈറ്റികൾ ഇപ്പോൾ വേണ്ട, ഇത് നല്ല അടിപൊളി കളറുകൾ. പിന്നെ ഇത് ഞാൻ പറഞ്ഞത് നേരത്തെ, ഇത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ജോയിൻ്റ് ഇല്ലാതെ ഇങ്ങനെ കിട്ടാവുന്ന ടൈപ്പും വരുന്നുണ്ട്. ഇപ്പോൾ ട്രെൻഡാണ്, അതാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇത് വേറൊരു കളറുടെയും ബ്ലൂ കളറുണ്ട്, കാണിച്ചു തരാം. യെസ്, കേട്ടോ, ഈ ബ്ലൂ കളർ നോക്ക്, ചെറിയിട്ട്. ഇത് എല്ലാം സ്വിമ്മിബിളിൻ്റെ ടൈലുകളാണ്. ചിലർക്ക് ഇങ്ങനത്തെ പാറ്റേൺ വേണം നിർബന്ധമുണ്ട്. ഡിസൈനർ പറയും ഇത് തന്നെ ഞങ്ങൾക്ക് പറ്റുള്ളൂ എന്ന് പറയും. അപ്പോൾ ഓക്കെ, ഇതെടുത്തോട്ടെ. നമ്മളെല്ലാ സാധനങ്ങളും കൃത്യമായിട്ട് കൊണ്ടുവന്ന് തരും. ഓക്കെ, ഇപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, 1, 2, 3 കളറ് സിമ്പിൾ, കാരണം ചെറിയ സ്മോൾ ടൈലുകൾ, ഇത് ഫിക്സ് ചെയ്യുന്ന രീതികൾ. ഇതാണെങ്കിൽ ഒറ്റ ടൈലിൽ തന്നെ സിമ്പിൾ ഡിസൈൻ വരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ. ഇപ്പോൾ ഇതൊക്കെ പഴയ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്നതാണ്. പഴയ രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര കോസ്റ്റായിരുന്നു. ഇതിന് എന്തായിരുന്നു കോസ്റ്റ് നിങ്ങൾ വിചാരിച്ചാൽ 500 മുതൽ 1000 രൂപ വരുമായിരുന്നു പണ്ട് കാലത്ത് ചെയ്യുന്നത്. ഇത് ടൈലിൻ്റെ ഡിസൈൻ അനുസരിച്ചൊക്കെ മാറും വില. പത്ര കോസ്റ്റ് വന്ന് നമുക്കിത് വർക്കൗട്ട് ചെയ്ത് മുതലാവില്ല, പിന്നെ ടൈൽ വിട്ടുപോകും, പിന്നെ പ്രശ്നങ്ങൾ ഒട്ടിച്ചാൽ പിന്നെ നിൽക്കുകയില്ല. അതിന് പകരം നിങ്ങൾക്കിതെല്ലാം അതേ ഡിസൈൻ ഫുൾ ടൈലിൽ പ്രിൻറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോസസ്സിങ്ങാണ് ഇപ്പോൾ കാണിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് 100% ഈ അന്നത്തെ കാലത്ത് ഈ വില നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ടൈൽസിന് നിങ്ങൾക്ക് വെറും സ്റ്റാർട്ടിങ് 55 രൂപ മുതലുള്ളൂ. വെറും 55 രൂപ കൊടുക്കുകയാണെങ്കിൽ ഈ ടൈൽ കിട്ടും. 55 രൂപ സ്ക്വയർ ഫീറ്റ് സ്റ്റാർട്ടിങ്. പല കളർ അനുസരിച്ച് പ്രൈസുകൾ മാറും, പല സൈസ് അനുസരിച്ച് വരും. 55 രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് കിട്ടും. ഓക്കെ, പിന്നെ ഈ ടൈലാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു പീസിന് വെറും 16 രൂപയുള്ളൂ. വെറും 16 രൂപ ഒരു പീസിന്. ഒട്ടിച്ചോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വിമ്മിംഗ് പൂൾ ടൈൽ എങ്ങനെ ഒട്ടിക്കണമെന്ന് മനസ്സിലായല്ലോ. ഇപ്പം ഞാൻ നിൽക്കണം നോക്കിയേ, ചൂടത്ത് ഞാൻ വേർതിരിക്കണം. നോക്കി, ഞാൻ പുറത്തല്ല നിൽക്കണേ, അകത്തന്നെ നിൽക്കണേ. ഇത് ചൂടുകൊണ്ടിക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്വിമ്മിംഗ് പൂൾ പണിയിട്ട് വരും ഇന്നല്ലെങ്കിൽ നാളെ. അപ്പോൾ എങ്ങനെ ടൈൽ ഒട്ടിക്കണമെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട. പണ്ട് കാലത്ത് എല്ലാവരും ഈ ടൈലൊക്കെ ഒട്ടിച്ചപ്പോൾ കോസ്റ്റ് ഉണ്ടല്ലോ ഭയങ്കരമായിരുന്നു. ഇപ്പം 1/3 കോസ്റ്റിന് ഇപ്പോൾ ഈ കാണുന്ന ടൈലുകൾ നിങ്ങൾക്ക് കിട്ടും. ഇതേ ഡിസൈൻ, ഇതേ ക്വാളിറ്റി, ഇതേ രീതിയിലുള്ള ടൈലുകൾ ഇപ്പോൾ 1/3 ഡിസൈനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ടൈൽ കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് 100% പ്രയോജനമുണ്ട്. നിങ്ങൾ 100% പ്രയോജനമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വിമ്മിംഗ് പൂൾ ആവശ്യം വരും. പഴയ സ്വിമ്മിംഗ് പൂൾ റിപ്പയർ ചെയ്യേണ്ടി വരും. പഴയ സ്വിമ്മിംഗ് പൂൾ ഈ ടൈൽ ഒട്ടിച്ചെങ്കിൽ അവർ വിട്ടുപോയിട്ടുണ്ടാവും. അത് റിപ്പയർ ചെയ്യണമെങ്കിൽ പുതിയ മോഡൽ ടൈലുകളുണ്ട്, നിസ്സാര വിലയ്ക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലും സുഹൃത്തുക്കൾ സ്വിമ്മിംഗ് പൂൾ പണിയോ പുതിയ വീട് പണിയോ അല്ലെങ്കിൽ പുതിയ വീടോ പഴയ വീടോ റിപ്പയർ ചെയ്യണവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എന്തെങ്കിലും സ്വിമ്മിംഗ് പൂൾ ടൈൽ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് കമൻറ്റ് ഇട്ടാൽ, വാട്സപ്പിലൊരു മെസ്സേജ് ഇട്ടാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. ഇതിനേക്കാളും നല്ല വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് വരുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ പറയുന്നു. നന്ദി, നമസ്കാരം.